ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹ ബഹുമാനപ്പെട്ട വിചാരിച്ച ഏറ്റവും പ്രിയപ്പെട്ട അച്ഛന്മാരെ, സമർപ്പിതരെ, വാത്സല്യമുള്ള ഡീക്കൻ ദേവസ്യ, കുടുംബാംഗങ്ങളെ, കുഞ്ഞുമക്കളെ, നമ്മളുടെ ഈ പുത്തൻ ദേവാലയത്തിൽ അത് പണി കഴിപ്പിച്ച വികാരിച്ചനോടും വികാരി അച്ഛന്മാരോടും ചേർന്ന് നമ്മളുടെ ഈ ഇടവകയിലെ നല്ല മിടുക്കനായ ഒരു ശമാശന് ഈശോയുടെ തിരുപ്പട്ടം നൽകുന്ന അതിപാവനമായ ഒരു മണിക്കൂറാണ് നമുക്ക് മുമ്പിലുള്ളത്. ഇതിനു വേണ്ട ക്രമീകരണങ്ങളെല്ലാം ബഹുമാനപ്പെട്ട ജീവനച്ഛൻ വിചാരിച്ചൻ ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ക്രമീകരണം ചെയ്യുകയും വളരെ കൃത്യനിഷ്ഠയോടുകൂടി ഇതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ഉറപ്പാക്കുകയും ചെയ്തത് വലിയ സന്തോഷകരമായ കാര്യമാണ്. നമ്മളുടെ ശമാശൻ പടിഞ്ഞാറേക്കുറ്റ് തറവാട്ടിലെ ആളാണ്. മാതാപിതാക്കൾ ജോസും ലിസിയും, സഹോദരങ്ങൾ ആൽബിയും എബിയും, വലിയ മാതാപിതാക്കൾ ഞൂട്ടിച്ചേട്ടനും അമ്മച്ചിയും ഈ കർമ്മത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ ഭാഗ്യപ്പെട്ടവരാണ്. അവരുടെ കൊച്ചുമകന് ഇത്ര വലിയ പ്രാഗൽഭ്യത്തോടുകൂടി പഠനമെല്ലാം പൂർത്തിയാക്കി ഇവിടെ ഈ പള്ളിയിൽ ഇതുപോലെ സമർപ്പിക്കപ്പെടുന്നതിൽ തെക്കാത്ത് കുടുംബാംഗങ്ങളെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ശമാശൻ പഠിച്ചത് മംഗലപ്പുഴ ആലുവ സെമിനാരിയിലാണ്. നമ്മളുടെ പാറപ്പുഴാക്കൽ കുര്യാക്കോസ് അച്ഛനും പാറപ്പുഴാക്കൽ ഫ്രാൻസിസ് അച്ഛനുമൊക്കെ പഠിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സെമിനാരിയാണ് മംഗലപ്പുഴ സെമിനാരി. പാറപ്പുഴാക്കൽ കുര്യാക്കോസ് അച്ഛൻ്റെ ആ ഒരു വലിയ കാരുണ്യവും കൃപയും വഴിയായിരിക്കണം ഇടമുറിയാതെ ഈ ചെറിയ ഇടവകയിൽ നിന്ന് ധാരാളം വൈദികരെ പാലാരൂപതയ്ക്ക് വേണ്ടിയും മിഷൻ രൂപതകൾക്ക് വേണ്ടിയും നമുക്ക് ലഭിക്കുന്നു എന്നത്. മംഗലപ്പുഴ സെമിനാരിയിലെ ഫിലോസഫി പഠനശേഷം 3 വർഷങ്ങൾ പാലായിൽ താമസിച്ച് നമ്മുടെ സെൻറ് തോമസ് കോളേജിൽ പഠിച്ച് ഹിസ്റ്ററിയിൽ BA ബിരുദം അദ്ദേഹം കരസ്ഥമാക്കി. പിന്നീട് തിരിച്ച് മംഗലപ്പുഴ സെമിനാരിയിലേക്ക് ദൈവശാസ്ത്ര പഠനത്തിനായിട്ട് അദ്ദേഹത്തെ അയക്കുകയായിരുന്നു. നല്ല ബൗദ്ധിക നിലവാരം പുലർത്തിയിട്ടുണ്ട്. മിഷൻ ടെറിട്ടറികളോടൊക്കെ വലിയ താല്പര്യമുണ്ട്. നല്ല കഠിനാധ്വാനം ചെയ്യുന്നയാളാണ്. ആധ്യാത്മികമായിട്ട് നല്ല ഉണർവുള്ള കുട്ടിയാണ്. ഒരു ദിവസം പോലും അസുഖം പിടിച്ച് ക്ലാസ്സിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടില്ല. നല്ല ഇൻ്ററാക്ഷൻസ്, ഇടപെടലുകൾ സഹപ്രവർത്തകരോടും പഠിപ്പിച്ച ഗുരുഭൂതന്മാരോടുമൊക്കെ നടത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ക്ലാസ്സുകളിൽ ഇടപെടാനും സംശയങ്ങൾ ചോദിക്കാനുമെല്ലാം പ്രാപ്തിയുള്ള ആളാണ്. ഇതെല്ലാം ആലുവയിലെ റെക്ടച്ചൻ അദ്ദേഹത്തെക്കുറിച്ച് തന്നിരിക്കുന്ന റിപ്പോർട്ടിലെ ചുരുക്കം ചില കാര്യങ്ങളാണ്. നല്ല കർഷകനാണെന്നും റെക്ടച്ചൻ അതിലെഴുതിയിട്ടുണ്ട്. കയ്യൂരുകാരനാകൊണ്ട് അതിൽ വലിയ വിസ്മയം എനിക്ക് തോന്നിയില്ല. ഇവിടെയുള്ള എല്ലാവരും കൃഷിക്കാരാണ്, പ്രത്യേകിച്ച് പടിഞ്ഞാറേക്കുറ്റ് തറവാട്ടുകാർ. അങ്ങനെ എല്ലാ മേഖലകളിലും അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം തെളിയിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞത് വലിയ ഭാഗ്യമാണ്. പല രൂപതയ്ക്ക് ഈ ഇടവക നൽകിയ വൈദികരെയെല്ലാം ഓർത്ത് ഞാൻ ഈ അവസരത്തിൽ
നന്ദി പറയുകയാണ്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ദേവസ്യ ശംശാനായെ കർത്താവിൻ്റെ കശീശ പുരോഹിതനായിട്ട് നമ്മൾ ഇപ്പോൾ അഭിഷേകം ചെയ്യുന്നത്. കൈവെപ്പ് പ്രാർത്ഥനയുടെ അവസാനം ശമാശന് വൈദിക വസ്ത്രം നൽകുമ്പോൾ നമ്മൾ അപേക്ഷിക്കുന്ന ഒരു പ്രാർത്ഥന ഞാനൊന്ന് വായിക്കുകയാണ്. ഭൂമിയിൽ നിന്റെ ജീവിതകാലം മുഴുവൻ നൈർമല്യത്തോടും തീഷ്ണതയോടും വിശുദ്ധിയോടും കൂടെ തന്നെ പ്രീതിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ ദൈവം നീതിയുടെ വസ്ത്രം എന്നേക്കുമായി നിന്നെ ധരിപ്പിക്കട്ടെ. ഇതാണ് അച്ഛനായിക്കഴിഞ്ഞ ആദ്യ നിമിഷത്തിൽ സഭ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നതും സഭ അദ്ദേഹത്തെ ധരിപ്പിക്കുന്നതും. അദ്ദേഹം ധരിക്കുന്ന ആ വസ്ത്രമാണ് കാപ്പ. വൈദികരായി ഞങ്ങൾ ഉപയോഗിക്കുന്ന മേൽവസ്ത്രം ഫൈന എന്നും അതിനെ വിളിക്കാറുണ്ട്. യെശയ്യ 61:10 വരൻ പുഷ്പമാല്യം അണിയുന്നത് പോലെയും വധു ആഭരണഭൂഷിതയാകുന്നത് പോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്തു. കാപ്പ നീതിയുടെ മേലങ്കിയാണ് എന്ന ബോധ്യത്തിൽ വേണം ഓരോ പുരോഹിതനും ജീവിക്കാൻ. ശരിതെറ്റുകൾ വിവേചിച്ചറിഞ്ഞ് പക്ഷപാതമില്ലാതെ പെരുമാറുകയും മറ്റുള്ളവരുടെ അവകാശങ്ങൾ മാനിക്കുകയും നിയമങ്ങൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തി, ഒരു പുരോഹിതൻ നീതിമാൻ എന്ന പേരിന് അർഹനാകുന്നത്. കാപ്പയ്ക്കുള്ളിലെ പുരോഹിതൻ നീതിയില്ലാത്തവൻ ആകരുത്. പുരോഹിതൻ ദൈവത്തോടും തന്നോട് തന്നെയും തനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരോടും നീതി പുലർത്തുവാനായിട്ട് കടപ്പെട്ടവനാണ്. ഓരോ പ്രാവശ്യവും കാപ്പ അണിയുമ്പോൾ തൻ്റെ ദൗത്യം എന്താണെന്ന് ഓരോ പുരോഹിതനും ഓർമ്മിച്ച് ഹൃദയത്തിൽ സൂക്ഷിക്കണം. ഭൂമിയിൽ ജീവിതകാലം മുഴുവൻ നമ്മൾ പുലർത്തേണ്ട ഒരു മനോഭാവമാണ് അത്. നീതിയില്ലാത്ത പുരോഹിതനെ ആർക്കും ഇഷ്ടമില്ല. അവരെല്ലാം രണ്ടാം തരം പുരോഹിതന്മാരാണ്. ഇന്ന് ലോകത്തിന് ഒട്ടും ആവശ്യമില്ലാത്ത ഒരു വിഭാഗമാണ് രണ്ടാം തരം പുരോഹിതന്മാർ. കർത്താവിൻ്റെ നീതിയും ദൈവത്തിൻ്റെ രഹസ്യവും ലോകത്തെ അറിയിക്കാനും പഠിപ്പിക്കാനും അന്തരവിശുദ്ധിയുള്ള പുരോഹിതന്മാരാണ് ഇന്ന് ലോകത്തിന് ആവശ്യം. പൗലോസ് തിമോത്തിക്കുള്ള ലേഖനത്തിൽ 2 തിമോത്തി 2:24 കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത്, എല്ലാവരോടും സൗമ്യതയുള്ളവനും യോഗ്യനായ അധ്യാപകനും ക്ഷമാശീലനും ആയിരിക്കണം. നിയമാനുസൃതം മത്സരിക്കാത്ത ഒരുവന് കിരീടം ലഭിക്കുകയില്ല. ഏത് മേഖലയിലാണെങ്കിലും, കായിക മേഖലയിൽ മാത്രമല്ല, നിയമാനുസൃതം മത്സരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരായിട്ട് നമ്മൾ മാറുന്നതും, അല്ലെങ്കിൽ ദൈവജനം നമ്മളെ ആ തരത്തിൽ കണ്ട് വിലയിരുത്തുന്നതുമെല്ലാം. നമുക്ക് ഈ ഇടവകയ്ക്ക് ദൈവം തന്ന ഭാഗ്യം വലിയ ചരിത്രമാണ്. അത്രമാത്രം നല്ല അച്ഛന്മാരെ ഒരു രൂപതയ്ക്ക്, അതും ഒരു ചെറിയ ഇടവകയിൽ നിന്ന് ലഭിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഇവിടുത്തെ കുടുംബങ്ങളുടെ എണ്ണം വെച്ച് നോക്കിയാൽ കയ്യൂരും
മേരിലാൻഡുമെല്ലാം ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഇടവകകളാണ്. ധാരാളം വൈദികർ, നല്ല അച്ഛന്മാർ ഈ സഭയ്ക്ക് വേണ്ടി നൽകിയ നല്ല ഇടവകകളാണ്. തികഞ്ഞ അധികാരത്തോടെ നീ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ അവഗണിക്കാതിരിക്കട്ടെ. കർത്താവിൻ്റെ പുരോഹിതനെ ആരും മാറ്റി നിർത്തരുത് എന്ന് വിശുദ്ധ പൗലോസ് തൻ്റെ സഹപ്രവർത്തകരെ ഉപദേശിക്കുന്നതും എല്ലാം നമ്മൾ കണ്ട് ബോധ്യപ്പെടേണ്ട കാര്യമാണ്. പരിശുദ്ധ ലേയോ മാർപ്പാപ്പ തൻ്റെ ദിലെക്സിപ്തെ എന്ന പ്രബോധനത്തിൽ പറയുന്നൊരു കാര്യം, ക്രൈസ്തവ സ്നേഹം സകല പ്രതിബന്ധങ്ങളെയും തകർക്കുന്നു, അകന്നിരിക്കുന്നവരെ അടുപ്പിക്കുന്നു, അപരിചിതരെ ഒന്നിപ്പിക്കുന്നു, ശത്രുക്കളെ രഞ്ജിപ്പിക്കുന്നു. വിളക്കിച്ചേർക്കാൻ മനുഷ്യന് അസാധ്യമായ വിള്ളലുകളെ അത് യോജിപ്പിക്കുന്നു. അത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. അതിന് പരിമിതികളില്ല. അസാധ്യമെന്ന് തോന്നിക്കുന്നവയെ സാധ്യമാക്കുന്നു. സ്നേഹമെന്നത് ജീവിക്കുന്നതിനുള്ള വെളിച്ചമാണ്. പരിശുദ്ധ പിതാവിൻ്റെ വാക്കുകൾ ദൈവജനത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാ വൈദികർക്കും അറിയാവുന്നതാണ്. ഒരു 30-35 കൊല്ലം പുറകോട്ട് നമ്മളൊന്ന് നോക്കിയാൽ പാലാരൂപതയ്ക്കുള്ളിലെ പോലെ പുത്തൻ ദേവാലയങ്ങളും പരീക്ഷാളുകളും പള്ളിക്കൂടങ്ങളും വൈദിക മന്ദിരങ്ങളും കൽക്കുരിശുകളും കൊടിമരങ്ങളും എല്ലാം നിർമ്മിച്ച ഒരു സ്ഥലവും കാണുകയില്ല. പല മുഴുവനും നവീകരിക്കപ്പെട്ടു. നമ്മുടെ ഈ കിഴക്കൻ പ്രദേശങ്ങളിലുള്ള എല്ലാ പള്ളികളും പൊളിച്ച് പുത്തനായിട്ട് പണിതു. അതെല്ലാം നമ്മളുടെ അച്ഛന്മാർ കഠിനാധ്വാനം ചെയ്യുന്നവരും നമ്മുടെ അൽമായർ പങ്കുവയ്ക്കുന്നവരും സിസ്റ്റേഴ്സ് പ്രാർത്ഥിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നവരുമെല്ലാം ആയതുകൊണ്ടാണ് അത്ഭുതകരമായ രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിച്ചു. നമുക്ക് വിസ്മയം തോന്നും. നമ്മൾ പഴയ 10-30 കൊല്ലങ്ങൾക്ക് മുൻപുള്ള കയ്യൂരിൻ്റെ കാര്യം തന്നെ ആലോചിച്ചാൽ മതിയല്ലോ. അടിസ്ഥാനപരമായിട്ട് ഇവിടെ മാറി. ഒരച്ഛൻ, കർത്താവിൻ്റെ ഒരു പുരോഹിതൻ, കാപ്പധരിക്കുന്ന അച്ഛൻ നീതിയോടെ പെരുമാറുമ്പോൾ ലോകത്തിൽ നടക്കുന്ന അത്ഭുതങ്ങളാണ്. ഈ നാളുകളിൽ ഇവിടെയും നിരവധിയായ കാര്യങ്ങൾ പുത്തൻ വിചാരിച്ചൻ നടപ്പിലാക്കി. അതൊക്കെ നമുക്ക് വേണ്ടിയാണ്, ദൈവജനത്തിന് വേണ്ടിയാണ്. അച്ഛന്മാർ ഇന്നല്ലെങ്കിൽ നാളെ മാറിപ്പോകുന്നവരാണ്. അവർ ഇവിടെ സ്ഥാപിക്കുന്നതെല്ലാം ദൈവജനത്തിന് വേണ്ടിയാണ്, ഇടവക്കാർക്ക് വേണ്ടിയാണ്. അങ്ങനെ പ്രായോഗിക മേഖലകളിലൊക്കെ നല്ല പ്രാവീണ്യമുള്ള ശമാശനാണ് ദേവസ്യ. നല്ല ക്രിസ്തീയ പൈതൃകമുള്ള കുടുംബത്തിലെ ആളാണ്. കയ്യൂരിൻ്റെ വൈവിധ്യമാർന്ന സംസ്കാരമറിയാം. ഇവിടെ ധാരാളം ഹൈന്ദവ സഹോദരങ്ങളും നമ്മൾ ഒന്നിച്ച് ഇടകലർന്ന് ജീവിക്കുന്നവരാണ്. വലിയൊരു സ്നേഹം അവർ നമുക്ക് എന്നും നൽകിക്കൊണ്ടാണിരിക്കുന്നത്. ആ ഒരു പിൻബലത്തിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാനും പ്രവർത്തിക്കാനുമൊക്കെ സാധിക്കുന്നുണ്ട്. കർത്താവ് നമുക്ക് തന്ന പ്രകൃതിരമണീയമായ ഈ ദേശം ദൈവത്താൽ പ്രത്യേകമായിട്ട് അനുഗ്രഹീതമായ ഒരു കാര്യമാണെന്നുകൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ഇന്നത്തെ സുവിശേഷത്തെക്കുറിച്ചുകൂടെ 1-2 നിമിഷങ്ങളൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. 11-ാം മണിക്കൂറിൽ ഉടമസ്ഥൻ, കാര്യസ്ഥൻ പതിവനുസരിച്ച് നാൽക്കവലിയിൽ ജോലിക്കാരെ വിളിക്കാൻ വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ്. ഓരോ മണിക്കൂറിലും വന്നവരെയെല്ലാം അദ്ദേഹം വിളിച്ചു. ഒരു 10-50 കൊല്ലം മുമ്പൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയായിരുന്നു. അരുവിത്തുറയും രാമപുരത്തുമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പണിക്ക് പോകാൻ തയ്യാറുള്ളവർ കൂട്ടമായിട്ട് വന്ന്
ഒരു സ്ഥലത്ത് നിൽക്കും, ആവശ്യക്കാർ അവരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അതൊരു പൊതു കൾച്ചറിൽ പെടുന്ന സാമ്പ്രദായികമായ ഒരു കാര്യമായിരുന്നു. അങ്ങനെ പകല് മണിക്കൂറുകളിലെല്ലാം ജോലിക്കാർ യജമാനൻ്റെ കൂട്ടത്തിൽ പോയി 11-ാം മണിക്കൂർ, ഒരു അവസാനത്തെ സമയം മണിക്കൂർ എന്നുള്ള ആ സങ്കല്പമാണല്ലോ. യജമാനൻ 11-ാം മണിക്കൂറിൽ നോക്കിയപ്പോഴും അവിടെ ആളുകൾ നിൽപ്പുണ്ട്. അവരെയും യജമാനൻ വിളിച്ചു. നിങ്ങളെന്താണ് വെറുതെ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഉത്തരം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഞങ്ങളെ ആരും വിളിച്ചില്ല. നേമോ നോസ് കൊന്ദുക്സിറ്റ്. ആരും ഞങ്ങളെ ഇതുവരെയും വിളിച്ചില്ല. അതിലൊരു ദൈവവിളിയുടെ ഒരു പരാമർശമുണ്ട്. നിന്നെക്കുറിച്ച്, യജമാനെക്കുറിച്ച്, സുവിശേഷത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് ആരും ഞങ്ങളോട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മുന്തിരിത്തോട്ടത്തിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾക്ക് ഇതുവരെയും സാധിച്ചില്ല. യജമാനൻ അവരിൽ അലിവ് തോന്നി അവരെയും കൃഷിയിടങ്ങളിലേക്ക്, മുന്തിരിത്തോട്ടത്തിലേക്ക് കൊണ്ടുപോയി അവരും ആ 1 മണിക്കൂർ അധ്വാനിച്ചു. ആധുനിക വേദശാസ്ത്രികൾ പറയാറുണ്ട്, ഇവരും ഒരുപക്ഷെ പ്രഭാതം മുതൽ അവിടെ നിന്നവരായിരിക്കാം. അവർക്ക് കഴിവുള്ളവരായിട്ട് യജമാനന് തോന്നിയില്ലായിരിക്കാം, അനാരോഗ്യമുള്ളവരായിട്ട് തോന്നിക്കാണും, രോഗമുള്ളവരായിട്ട് തോന്നിക്കാണും, അവർ അവിശ്വസ്തരായിട്ട് തോന്നിക്കാണും. അങ്ങനെ നമ്മൾ ഉപേക്ഷിക്കും ആളുകളെ. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടവരായിട്ട് നിന്നവരും ആകാം. ഏത് വിധത്തിലുള്ളവരാണെങ്കിലും ദൈവം അവരോട് വലിയ കരുണ കാണിച്ച് തൻ്റെ തോട്ടത്തിലേക്ക്, അത് ദൈവശാസ്ത്രപരമായ അർത്ഥത്തിൽ സുവിശേഷവൽക്കരണമാകുന്ന മിഷൻ ശുശ്രൂഷയാണ്. കേവലം ഒരു മുന്തിരിത്തോട്ടത്തിൽ പണിയെടുക്കുന്നത് മാത്രമല്ലല്ലോ. വൈകുന്നേരമായപ്പോൾ ഒരുപക്ഷേ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളായിരിക്കാം. അവിടെ യജമാനൻ, ദൈവം എല്ലാവർക്കും സമ്മാനം കൊടുത്തു. സമ്മാനം കൊടുത്തപ്പോൾ കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കൂടുതൽ മണിക്കൂർ ജോലി ചെയ്തവർ പറഞ്ഞു. അവർ ഗ്രൂപ്പായിട്ട് മാറി നിന്ന് യജമാനെതിരായിട്ട് പിറുപിറുത്തു. നമ്മളുടെ പതിവ് അതല്ല എന്ന് പറഞ്ഞു. ബ്രോക്കറായിട്ട്, ലാൻഡ് ഓണറായിട്ട് ഞങ്ങളെ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യത്തിന് പണം തരിക എന്ന കീഴ്വഴക്കമാണുള്ളത്. മണിക്കൂറുകളനുസരിച്ചാണ് ഞങ്ങൾക്ക് കൂലി. ദിവസം മണിക്കൂറുകളായിട്ട് തിരിച്ചു വച്ചിരിക്കുകയാണ്. ഞങ്ങൾ പകൽ മുഴുവൻ അധ്വാനിച്ചു, വെയിൽ കൊണ്ടു, ചൂടായിരുന്നു, ഞങ്ങൾക്ക് ഭക്ഷണമില്ലായിരുന്നു. അതൊക്കെ ഒരു മിഷൻ ദേശത്ത് ഒരു വൈദികൻ അനുഭവിക്കുന്ന കാര്യങ്ങളാകാം. ഭക്ഷണമില്ല, ദൈവത്തെക്കുറിച്ച് പറഞ്ഞ് നടന്ന് കാല് പൊട്ടി കീറി ഇരിക്കുന്ന അവസരമായിരിക്കാം. കർത്താവ് അങ്ങനെ പറഞ്ഞവരോട് ഒരു കാരുണ്യവും കാണിച്ചില്ല. കർത്താവ് അവരോടും പറഞ്ഞു, 1 ദനാറായ്ക്ക് അല്ലേ നിങ്ങളെ ഞാൻ വിളിച്ചത്? അവർ പറഞ്ഞു, അതെ, 1 ദനാറാ കൂലി തരാം എന്ന് പറഞ്ഞാണ് നിങ്ങളെ വിളിച്ചത്. ഞാൻ വിശ്വസ്തനാണ്, അനീതി കാണിക്കുന്നില്ല. നിങ്ങളോട് പറഞ്ഞത് ഞാനിപ്പോൾ പാലിക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഒരു ആധുനിക ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ നോക്കുമ്പോൾ ഒരു സോഷ്യൽ ഇൻജസ്റ്റിസ് അതിൽ കണ്ടേക്കാം. മണിക്കൂർ അനുസരിച്ച് പ്രതിഫലം നൽകുന്ന, സ്വീകരിക്കുന്ന സമ്പ്രദായമുണ്ട്. ഈ മാസ്റ്റർ ഒരു നല്ല ഇക്കോണമിസ്റ്റ് ആയിരിക്കുകയില്ല, ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിരിക്കുകയില്ല. പക്ഷേ അതുവഴി ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുവാനായിട്ട് സമയം തീർന്നു പോയിട്ടില്ല. ഇപ്പോഴും അതിനുള്ള അവസരമുണ്ട്. യു ക്യാൻ എൻ്റർ ഇൻ ടു ദ ഫീൽഡ് ഓഫ് ലൈഫ് വിത്ത് ഫുൾ കമ്മിറ്റ്മെൻറ്റ്
ആൻഡ് സിൻസിയറിറ്റി. ഒറ്റ ക്രൈറ്റീരിയൻ മാത്രമേ ഉള്ളൂ, വിശ്വസ്തനായിരിക്കണം. ഇക്കണോമിക്കായിട്ടുള്ള ക്രൈറ്റീരിയൻ നോക്കിയല്ല ഞാൻ എൻ്റെ കൂട്ടത്തിൽ ആളുകളെ വിളിക്കുന്നത്. അവർക്കിഷ്ടപ്പെട്ടില്ല. പക്ഷേ നമുക്കറിയാം, ദൈവം നമുക്ക് നൽകുന്ന ദേനാറ അത് സ്വർഗമാണ്. നമ്മൾ 100 കൊല്ലം ജീവിച്ച് അതിലൊരു 90 കൊല്ലവും നമ്മൾ അധ്വാനിച്ച് ദൈവത്തെ സ്തുതിച്ചവർക്കും അവസാനത്തെ 1 മണിക്കൂറിലെങ്കിലും മാനസാന്തരപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചവനും സ്വർഗമാണ് കിട്ടുന്നത്. സ്വർഗത്തിൽ ചെറുതായതൊന്നും ദൈവം ആർക്കും കൊടുക്കുന്നില്ല. അത് 1-ാം മണിക്കൂറാണോ, 6-ാം മണിക്കൂറാണോ, ദീർഘമായൊരു കാലഘട്ടമാണോ, 11-ാം മണിക്കൂറാണോ, ഇതൊന്നും ദൈവം ക്രൈറ്റീരിയനായിട്ട് നോക്കുന്നില്ല. ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ കരുണ, അതാണ് ഇത് പഠിപ്പിക്കുന്നത്. ഒരു വൈദികനും ഇതുപോലെ ആകണം എന്നാണ് എൻ്റെ ഉള്ളിലെ തീവ്രമായ ആഗ്രഹം. ദൈവജനത്തോട് കരുണ കാണിക്കുന്നവർ, അവരുടെ ആവശ്യങ്ങളിൽ താല്പര്യമുള്ളവർ, എല്ലാവരെയും ഒരുപോലെ കാണുന്നവർ, നീതി എന്ന ആ മേൽവസ്ത്രത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് ജീവിതത്തെ എന്നും കൊണ്ടു നടക്കുന്നവർ, അങ്ങനെയുള്ളവരാണ് നമ്മുടെ അച്ഛന്മാർ ബഹുഭൂരിപക്ഷവും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ പാലായെ ഇതുപോലെ ആക്കിയെടുത്തത് നമ്മുടെ അച്ഛന്മാരാണ്, അവരുടെ അധ്വാനമാണ്. എന്തുമാത്രം വെയിലും ചൂടും ഈ വടക്കൈമംഗലത്തച്ഛനൊക്കെ ഇവിടെ അനുഭവിച്ചു. അദ്ദേഹത്തെ വല്ലപ്പോഴും ഇവിടെ വന്ന് കാണുമ്പോൾ പൊടിമണ്ണില്ലാത്ത, പണ്ടൊരു വല്യച്ഛനോട് പറഞ്ഞു, അങ്ങേരെ എപ്പോൾ കണ്ടാലും പൊടിപൂരനാണെന്ന്. പൊടി നിറഞ്ഞ് നിൽക്കുകയാണ്. ഇവിടെ കിടന്ന് അധ്വാനിച്ച് ഓടി നടന്ന് വെയിലും കൊണ്ട്. അതുകൊണ്ട് നമ്മുടെ രൂപതയിലെ ഏറ്റവും നല്ല ഒരു പള്ളിയും ഒരു പള്ളിക്കൂടവും എല്ലാം നമുക്കായി. അങ്ങനെ നമുക്ക് അധ്വാനിക്കുന്ന വൈദികരാണ് നമ്മുടെ രൂപതയിലുള്ളത്, നമ്മുടെ ഇടവകയിൽ നിന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനുള്ള വലിയൊരു അവസരം കൂടിയാണ്. ദൈവം ഏത് സമയത്തും തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് നമ്മെ വിളിക്കുമ്പോൾ നമുക്ക് സ്വർഗത്തിൽ കുറഞ്ഞതൊന്നും ദൈവം തരികയില്ല. പരിശുദ്ധ ലേവ മാർപ്പാപ്പ ഈ നാളുകളിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സാധാരണക്കാരോട് നിങ്ങളൊരു താല്പര്യം കാണിക്കുക എന്നത് മാത്രമല്ല, അവരെ നിങ്ങൾ സ്വന്തമായിട്ട് കരുതണം. ക്രിസ്മസ് രാത്രിയിൽ പരിശുദ്ധ പിതാവ് പറഞ്ഞു, പാവപ്പെട്ടവരെ തള്ളിക്കളയുമ്പോൾ ദൈവത്തെയാണ് നമ്മൾ തള്ളിക്കളയുന്നത്. പാവപ്പെട്ടവരാണ് പ്രിവിലേജിയും പൗപ്പരും. പാവപ്പെട്ടവൻ എന്ന ആ ഒരു പ്രിവിലേജ് നമുക്ക് ദൈവത്തെ കാണാനും ദൈവത്തിൻ്റെ കൂട്ടത്തിലായിരിക്കാനുമുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് നമ്മൾ വൈദികരെല്ലാവരും, പരിശുദ്ധ പറഞ്ഞു, അൺഡിവൈഡഡ് ആയിട്ടുള്ള ഒരു ട്രഡീഷനാണ് പാവപ്പെട്ടവർ. ദരിദ്രർ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ട്. അത് ഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നിൽക്കുകയാണ്. അതൊരു വലിയ ട്രഡീഷനാണ്, ദൈവത്തെ കണ്ടെത്താനുള്ള വലിയൊരു ട്രഡീഷനാണ് പ്രിവിലേജിയും പൗപ്പരും. അതുകൊണ്ട് ആ ഒരു വലിയ സന്തോഷകരമായ വാർത്ത നമ്മളും ഹൃദയത്തിൽ സൂക്ഷിക്കണം. മനുഷ്യർ ഒറ്റച്ചിറകുള്ള മാലാഖമാരെന്ന് വേദശാസ്ത്രികൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മനുഷ്യർ മാലാഖമാരെ പോലെയാണ്, പക്ഷേ ഒറ്റച്ചിറകേ ഉള്ളൂ. നമുക്ക് പറക്കണമെങ്കിൽ രണ്ട് മനുഷ്യർ ഒന്നിച്ച് സഹകരിക്കണം, അല്ലെങ്കിൽ ഒരു സമൂഹം ഒരുമയിൽ നിൽക്കണം. അപ്പോൾ മാത്രമേ ചിറകുകളോടുകൂടി ജീവിക്കുന്നവരും പറക്കുന്നവരും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നവരുമായിട്ട് നമുക്ക് മാറാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെ വലിയ കൂട്ടായ്മയുടെ പ്രവർത്തനത്തെ നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഞാൻ സഭാപിതാക്കന്മാരിൽ നിന്ന് വായിച്ച ഒരു ചെറിയ വാക്യമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്.
ആദ്യ നൂറ്റാണ്ടിലെ 3ഉം 4ഉം ആദ്യ നൂറ്റാണ്ടിലെ വൈദികർ ഗോൾഡൻ ആയിരുന്നു, കാസ വുഡൻ ആയിരുന്നു, തടി. ഇന്ന് കാസ ഗോൾഡൻ ആകുകയും വൈദികർ പലപ്പോഴും വെറും തടിയായിട്ട് ഉടനായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെന്ന് നമ്മുടെ ഹൃദയത്തിലെടുക്കേണ്ട തിരുവചനം പോലെയുള്ളൊരു കാര്യമാണ്. നമ്മളാണ് ഗോൾഡൻ ആകേണ്ടത്. ദൈവത്തിൻ്റെ പക്കൽ എന്നും പരിശുദ്ധിയുള്ള വൈദികരെ പോലെ ആകേണ്ടത്. നമുക്ക് തീവ്രമായിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, അപേക്ഷിക്കാം. ദൈവം ഈ ചെറിയ ഇടവകയോട് നിരന്തരമായിട്ട് വർഷിച്ചുകൊണ്ടിരിക്കുന്ന കൃപകളെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കുവാനുള്ളൊരു അവസരം കൂടിയാണ്. ധാരാളം ആളുകൾ ഈ ശുശ്രൂഷയിൽ വളരെ അസൗകര്യമുള്ളൊരു സമയമാണ് ഞായറാഴ്ച ഈ മണിക്കൂർ. എങ്കിലും നിങ്ങൾ ധാരാളം പേര് ഇതിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ചുമാച്ചൻ ബന്ധപ്പെട്ടിരുന്ന ഇരിഞ്ഞാലക്കുടയിൽ നിന്നൊക്കെ ധാരാളം പേര് ഈ പ്രാർത്ഥനയിൽ അഭിഷേക കർമ്മത്തിൽ വന്ന് പങ്കെടുക്കുന്നുണ്ട്. ഇരിഞ്ഞാലക്കുടക്കാർക്ക് കയ്യൂര് കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരു വിസ്മയമായിരിക്കും. അക്കാര്യത്തിലൊരു സംശയവും വേണ്ട. എൻ്റെ കൂട്ടത്തിൽ ഒരിക്കലും വടവാതൂര് അച്ഛന്മാർ ഇരിഞ്ഞാലക്കുട, തൃശ്ശൂർ, എറണാകുളത്തു നിന്നൊക്കെയുള്ളവർ ഇവിടെ വരികയുണ്ടായി. ഇവിടെ വന്നിറങ്ങിയപ്പോൾ മുകളിലത്തെ പള്ളിയിലായിരുന്നു. അതിലൊരച്ഛൻ ചോദിച്ചു, ഇവിടം കൊണ്ട് ലോകം അവസാനിക്കുകയാണല്ലേ എന്ന്. നമ്മുടെ നല്ല ഭൂപ്രകൃതി കണ്ടപ്പോൾ ഇനി ഇതിന് അപ്പുറത്തേക്ക് ഒന്നും കാണാനില്ല, ഒന്നും കാണേണ്ടതുമില്ല. ഇവിടം കയ്യൂര് കണ്ടപ്പോൾ ഇത് ലോകത്തിൻ്റെ എൻഡാണെന്ന് വടവാതൂര് പഠിപ്പിച്ചുകൊണ്ടിരുന്ന അച്ഛന്മാർ തമാശാണെങ്കിലും ആയിട്ടാണെങ്കിലും ഒന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. ഇരിഞ്ഞാലക്കുടക്കാർക്ക് പ്രത്യേകിച്ചും അതുപോലെ തന്നെ തോന്നും. കാരണം വളരെ വ്യത്യസ്തമായ സ്ഥലങ്ങളാണിത്. അവർ ഇത്ര ദീർഘമണിക്കൂറുകൾ യാത്ര ചെയ്ത് ഇവിടെ വന്നത് ഈ ശമാച്ചനോടുള്ള വലിയ കരുതൽ കൊണ്ട് കൂടിയാണ്. നമുക്ക് ഈ നല്ല ശമാച്ചനെയും 1 മണിക്കൂറിനുള്ളിൽ നല്ലൊരു വൈദികനെയും തരുന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. പടിഞ്ഞാറക്കുട്ട് തറവാട്ടുകാരെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അവരുടെ വലിയ മാതാപിതാക്കൾ മുതൽ എനിക്ക് പരിചയമുണ്ടായിരുന്നു നല്ലതുപോലെ. പിന്നീടുള്ള തറവാട്ടിലെ വലിയ ആളാണ് കുഞ്ഞുട്ടിച്ചേട്ടന്, അതുപോലെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ കൊച്ചേട്ടനുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കുടുംബവുമായിട്ടും അവരുടെ മക്കളുമായിട്ടുമെല്ലാം എനിക്ക് വലിയ അടുപ്പവും ഇഷ്ടവുമാണ്. അവർ നല്ല പൈതൃകം സംരക്ഷിക്കുന്നവരും ഈശോയെ കൂട്ടുപിടിക്കുന്നവരുമാണ്. അതാണല്ലോ നമുക്ക് ആത്യന്തികമായിട്ട് വേണ്ടത്. ആ ഒരു നല്ല മാതൃകയിൽ നിൽക്കാൻ നിങ്ങൾക്കിടയാകട്ടെ. സ്നേഹിതയായ വിയാരിസിനെ ഒരിക്കൽ കൂടി ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ വലിയ സാമർഥ്യം ഈ ചെറിയ കയ്യൂരിനെ വീണ്ടും വലിയ സംസാര വിഷയം ആക്കുന്നുണ്ട്. കയ്യൂര് ഭീമൻ്റെ സ്ഥലമായിരുന്നു എന്നൊക്കെയാണല്ലോ നമ്മുടെ ഒരു സങ്കല്പം. അതൊരു വർത്തമാനമാണ്, ഒരു പറച്ചിലാണ്, ഒരു അഭിമാനമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വീണ്ടും നടക്കുന്നു, സംഭവിക്കുന്നു. കയ്യൂര് വളരുന്നു. അതിലെനിക്കും വലിയ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരെയും ഈശോയുടെ ഹൃദയത്തിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ അൽഫോൻസാമയോട് പ്രാർത്ഥനകൾ യാചിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.